الحمد لله الذي وكفى والصلاة والسلام على سيدنا مصطفى وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട പുരോഗതിക്കും അതുപോലെ നല്ല സംസ്കാരത്തിനും നല്ല നിലയിലുള്ള മദ്രസ പഠന നിലവാരം അത്യാവശ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തുടങ്ങിയത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന ആയത്താണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ. അറിവ് ഇസ്ലാമിന്റെ ജീവനും ദീനിന്റെ തൂണുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയതിന്റെ ലക്ഷ്യം എല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ മക്കളുടെ പഠനകാര്യങ്ങളിലും മറ്റും ചർച്ച ചെയ്യേണ്ടതുണ്ട്. കമ്മിറ്റിയുടെ ഭാഗത്തിൽ നിന്നും മദ്രസയുടെ പുരോഗതിക്കും വേണ്ടി എന്തെല്ലാം സൗകര്യങ്ങളാണ് ചെയ്തു തരാൻ പരമാവധി ശ്രമിക്കുമെന്നും കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അറിയിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ പഠിച്ചു വളർന്ന് നമ്മുടെ മക്കൾ നാടിനെ ഉപകാരമുള്ളതാക്കാൻ വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അഭിപ്രായമോ പരാതിയോ ഉണ്ടെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യാം. ഞാൻ ഒന്ന് പറയട്ടെ. എന്റെ മകൻ പഠിക്കാൻ വളരെ മോശമാണ്. ഖുർആൻ ഓതാനും കിതാബുകൾ വായിക്കാൻ പോലും അറിയുകയില്ല. ഉസ്താദ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാനൊന്ന് പറയട്ടെ. എന്റെ മകൻ പഠിക്കാൻ വളരെ മോശമാണ്. കിതാബുകൾ വായിക്കാനും ഖുർആൻ ഓതാൻ പോലും അറിയുകയില്ല. ഉസ്താദ് ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ പറയാൻ വളരെ എളുപ്പമാണ്. കാരണം വീട്ടുകാർ വിചാരിച്ചാൽ മാത്രമേ അവൻ നന്നാവുകയുള്ളൂ. എന്റെ മകൾക്ക് പരീക്ഷയിലൊക്കെ നല്ല മാർക്കുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുകയോ നിസ്കരിക്കുകയോ ചെയ്യുന്നില്ല. ഉസ്താദ് പേടിപ്പിക്കണം. നിസ്കരിക്കാൻ പലപ്പോഴും പറഞ്ഞതാണ്. വീട്ടിൽ നിന്ന് ഉമ്മയുടെ കൂടെ സുബഹി നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. രാവിലെ അവള് മദ്രസയിലേക്ക് വരുമ്പോ വീട്ടുകാർ ഉറക്കമാണത്ര. ചായ പോലും കുടിക്കാതെ വരുന്നത്. മഗ്‌രിബിന് ശേഷം സീരിയലും സിനിമയും. വീട്ടുകാർ മാതൃക കാണിച്ചു കൊടുക്കണം. കുട്ടികളെ നന്നോ. അസ്സലാമു അലൈക്കും. മകന്റെ നോട്ട് വാങ്ങിക്കൊടുത്തത് പോലെ തന്നെയുണ്ട്. ഒരു വസ്തു എഴുതിയിട്ടില്ല. അടുത്ത കൊല്ലത്തേക്കും ഇത് മതിയെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ മകന്റെ പേരെന്താ? അഫ്സൽ. ഓ, അഫ്സലാണോ? അവൻ മദ്രസയിൽ വരുമ്പോൾ ചിലപ്പോൾ പെണ്ണ് കൊണ്ടുവരില്ല. അഥവാ പെണ്ണ് കൊണ്ടുവന്നാൽ അവൻ നോട്ട്ബുക്ക് ഇല്ല. പിന്നെ രാത്രി വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്ത് വരാൻ പറഞ്ഞാൽ വീട്ടുകാരോടൊപ്പം എന്തെങ്കിലും പരിപാടികൾക്ക് പോയി വൈകിയാണെന്ന് പറയും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പേരക്കുട്ടി പഠിക്കാൻ ഉഷാറില്ലാത്തവനാണ്. പക്ഷേ അവന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവൻ എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡുണ്ട്. ഉസ്താദ് അവന്റെ മാർക്ക് വ്യക്തമല്ല. എൻ്റെ പേരക്കുട്ടി പഠിക്കാൻ വളരെ മോശമാണ്. പക്ഷേ അവന്റെ എല്ലാ വിഷയങ്ങളിലും പ്രോഗ്രസ് റിപ്പോർട്ടിൽ എ ഗ്രേഡ് ഉണ്ട്. ഉസ്താദ് മാർക്ക് ദാനം ചെയ്യുന്നുണ്ടോ? പക്ഷെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡ് ഉണ്ട് അല്ലേ? പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതാണ് പ്രശ്നം. കുട്ടി പരീക്ഷക്ക് വന്നിട്ടില്ല. ആബ്സെന്റ് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എ എന്നിട്ടതാ, അല്ലാതെ ഇത് ഗ്രേഡ് അല്ല. കുട്ടി പരീക്ഷ കയറാത്ത നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? എനിക്കെന്റെ കട പൂട്ടാൻ സമയമായി. ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാം. എൻ്റെ മകൾ സ്കൂളിൽ നല്ല ഉഷാറാ, എല്ലാത്തിനും A+ ഉണ്ട്. മദ്രസയിൽ എന്താ ഇങ്ങനെ? ചില വിഷയങ്ങളിൽ വളരെ മോശമാണ്, ഉസ്താദ് മറുപടി നൽകണം. തെളിയുന്നില്ല. എൻ്റെ മകൾ സ്കൂളിൽ നല്ല ഉഷാറാണ്, എല്ലാത്തിനും A+ ഉണ്ട്. മദ്രസയിൽ എന്താ ഇങ്ങനെ? ചില വിഷയങ്ങളിൽ വളരെ മോശമാണ്, ഉസ്താദ് മറുപടി നൽകണം. ഞങ്ങളും അത് പറയാറുണ്ട്. നല്ല ബുദ്ധിയുള്ള കുട്ടി, പക്ഷേ അവളുടെ പ്രശ്നം മദ്രസയിൽ വൈകി വരുന്നതാണ്. അവൾ മദ്രസയിൽ വരുമ്പോഴത്തേക്കും പാഠം കഴിഞ്ഞ് അടുത്ത വിഷയം തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, മദ്രസയുടെ സമയം വളരെ കുറവാണെന്ന്. വൈകി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ഉഷാറായിരുന്നു. ഇപ്പൊ മദ്രസയിലും സ്കൂളിലും വളരെ പിറകിലാണ്. എന്താ അവസ്ഥ ഞാൻ ചെയ്യേണ്ടത്? അതിൽ കാരണം ഞങ്ങളുടെ അടുത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോ മോന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഏതാ? അത് തന്നെയാ പ്രശ്നം. കുട്ടികളോട് സ്നേഹത്തിൽ ഒരുപാട് മൊബൈലുകളും മറ്റും വാങ്ങിക്കൊടുക്കും. നിങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഏതാ? ഒരു നിയന്ത്രണവും ഇല്ലാതെ അവരങ്ങനെ വിടും, അവരതിൽ കൂടും. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. കുട്ടി നന്നായിക്കോളും. എൻ്റെ ചോദ്യം പ്രസിഡന്റിനോടാണ്. പുതിയ കാലത്തിനനുസരിച്ച് മദ്രസയ്ക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. മീറ്റിംഗ് കൂടലും പിരിയലും മാത്രം മതിയോ? എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങൾ കൊണ്ടുവരണ്ടേ? ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങളും കൂടി സഹകരിക്കണം. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്. ബാങ്കിലേക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. എന്നാലും നാം ഒരുമിച്ച് നിന്നാൽ എല്ലാം ശരിയാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നന്ദി പറയാൻ വേണ്ടി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. നാം ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായി പ്രവർത്തിക്കുകയും ഇനിയും ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. ഇന്നിവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ സദർ മൗലവിനും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം നടത്തിയ ഉസ്താദിനും അധ്യക്ഷം വഹിച്ച PTA പ്രസിഡന്റിനും പിന്നെ ഇവിടെ വന്നെത്തിയ എല്ലാ രക്ഷിതാക്കൾക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ സമ്മതത്തോടെ 3 സ്വലാത്ത് ചൊല്ലി പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.